നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാൻഡ് കോസ്റ്റ്. നമ്മളൊരു വെയർ ഹൗസ്, നമുക്ക് രണ്ടൊരു വെയർ ഹൗസ് ഉണ്ട്. അതിന് നമ്മൾ ഒരു വെയർ ഹൗസിൽ നിന്ന് മറ്റു വെയർ ഹൗസിലോട്ട് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ലാൻഡ് കോസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഡീഫാൾട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ലാൻഡ് കോസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് നമുക്കറിയാം. ഓക്കെ, ഇപ്പം നമ്മളൊരു വെയർ ഹൗസിൽ നിന്ന് മറ്റു വെയർ ഹൗസിലോട്ട്, അപ്പോൾ അതിൻ്റെ യൂസ് കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. മൊബൈലിൽ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ട്രാക്കിംഗ് ഞാൻ എന്ത് ചെയ്യുന്നത് യൂണിക് സീരിയൽ നമ്പർ ആണ്. ഇതിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അതിൽ 5 പ്രൊഡക്റ്റ് നമ്മൾ ഒരു വെയർ ഹൗസിൽ മറ്റു വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ യുണീക് സീരിയൽ നമ്പർ ഒന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇൻവെൻട്രിയിലും ഞാൻ വാല്യൂഷൻ ബൈ ലോഡ് സീരിയൽ നമ്പർ കൊടുത്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ കാറ്റഗറി, നമ്മൾ ഏത് കാറ്റഗറിയാണ്, ഞാനിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ മൊബൈൽ പറയുന്ന ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നു. ആ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വാല്യൂഷൻ മെത്തേഡ്, ആവറേജ് മെത്തേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഓട്ടോമാറ്റഡ് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി 2 വെയർ ഹൗസ് ഞാൻ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഡീഫാൾട്ട് വെയർ ഹൗസ് നമുക്ക് ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വെയർ ഹൗസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ വെയർ ഹൗസ് ബി എന്ന് പറയുന്നത് WH2 ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്തു. ഒരു വെയർ ഹൗസ് ആയിരുന്നു. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന. ഓക്കെ, ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ന്യൂ കൊടുക്കുന്നു. ജസ്റ്റ് മൊബൈൽ പറയുന്ന പ്രൊഡക്റ്റ് ഞാനൊരു 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. യൂണിറ്റ് പ്രൈസ് 100 കൊടുക്കുന്നു. ഓക്കെ, ടാക്സ് ഇല്ല. ഓക്കെ, ഇപ്പം നമ്മൾ റിസീവ് ചെയ്യുന്നത് മെയിൻ വെയർ ഹൗസിലാണ്, വെയർ ഹൗസ് 1-ലാണ്. അതിനുശേഷം ഇത് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. നമ്മുടെ ലോട്ട് നമ്പർ നമ്മൾ കൊടുത്തു തരണം. ഓക്കെ, നിങ്ങൾക്ക് ലോട്ട് ജസ്റ്റ് ഓടു 11 അങ്ങനെ മുതലാണ് കൊടുക്കുന്നത്. ഓക്കെ, സേവ് ചെയ്തു, വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂഷനിലോട്ട് പോകുന്നു. ഓൺ ഹാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് 10 ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് അതിൻ്റെ വാല്യൂഷൻ കൂടി ചെക്ക് ചെയ്യുന്നു, വാല്യൂ കൂടി ചെക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് 100 BD ആണ് അങ്ങനെ. നമുക്കിതിപ്പോൾ നോർമലായിട്ട് ലാൻഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്ന് ഇപ്പോൾ 2 പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത് അടുത്ത വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷനിൽ പോകണം. ഓക്കെ, ഇൻവെൻട്രിയിൽ സെറ്റിങ്സ് നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിരുന്നു. ഓക്കെ, ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ ഇതിൽ ട്രാൻസിസ്റ്റ് ലൊക്കേഷൻ, ഓക്കെ, ഇന്റൽ ട്രാൻസിസ്റ്റ് ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, ലൊക്കേഷൻ ടൈപ്പ് ട്രാൻസിസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഇതാണ് ഇന്റർ കമ്പനി ട്രാൻസിസ്റ്റ് എടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പേരും ഞാൻ ജസ്റ്റ് ട്രാൻസിസ്റ്റ് ഓക്കെ ഇടുന്നു. ഓക്കെ, ഇതിന്റെ ലൊക്കേഷൻ ടൈപ്പ് എന്തായാലും ട്രാൻസിസ്റ്റ് ആണോ. ഓക്കെ, ഇതായിരുന്നു അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഇനി എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ടൈപ്പിലാണ്. ഓപ്പറേഷൻ ടൈപ്പിൽ ഞാനൊരു പുതിയ ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. A2 ജസ്റ്റ് ട്രാൻസിസ്റ്റ്. ഓക്കെ ഓക്കെ, ഇതിലെന്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഓപ്പറേഷൻ കാറ്റഗറി ഇതിൻ്റെ ഡെലിവറി ചൂസ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സീക്വൻസ് നമ്പർ 18 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് വെയർ ഹൗസ് സ്റ്റോക്ക്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ സോഴ്സ് ലൊക്കേഷൻ സ്റ്റോക്ക് ആണ് വേണ്ടത്. ഈ ട്രാൻസിസ്റ്റ് എന്നുണ്ടാവും. ഓക്കെ, ട്രാൻസിസ്റ്റ്. ഓക്കെ, ട്രാൻസിറ്റ്. ഓക്കെ, ട്രാൻസിറ്റ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, അടുത്തൊരു ഓപ്പറേഷൻ ടൈപ്പ് ഒന്ന് ചെയ്യണം. ഓക്കെ, ബി ട്രാൻസിറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യണം, നമ്മൾ റെസിപ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ വെയർ ഹൗസിലോട്ട് നമുക്ക് റിസീവ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൻ്റെ സീക്വൻസ് നമ്പർ കൊടുത്തു, BT എന്ന് കൊടുത്തു.
ഇതിൻ്റെ ലൊക്കേഷൻ എന്താവണം? സോഴ്സ് ലൊക്കേഷൻ ട്രാൻസിറ്റ് ലൊക്കേഷൻ ആവണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ എന്താവണം? നമ്മൾ നേരത്തെ ഒരു വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, WH2. ഓക്കെ, WH2. ഓക്കെ, ഇതാവണം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇനി എന്താണ്? നമ്മൾ ഇതിൻ്റെ റൂട്ട്സ് സെറ്റപ്പ് ചെയ്യണം. റൂട്ട്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? പുതിയ റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, A to B എന്നുള്ള റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾ കമ്പനി അനുസരിച്ച്. പിന്നെ ഇതിൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനുശേഷം ലൈനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റത്തെ ഒരു കണ്ടീഷൻ നെയിം കൊടുത്തു. പുൾ ഫ്രം ഏത് കൊടുക്കുന്നു? ഓപ്പറേഷൻ ടൈപ്പ് A to ട്രാൻസിറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഓപ്പറേഷൻ A to ട്രാൻസിറ്റ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ അടുത്ത് ചെയ്തു. ഓക്കെ, ഇത് സേവ് ചെയ്തു. അടുത്ത ഇത് എന്ത് ചെയ്യുന്നു? പുഷ് കൊടുക്കുന്നു. 2 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് നെയിം എന്താണ് കൊടുക്കേണ്ടത് കൊടുക്കാം. ഞാൻ push 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന്റെ ഓപ്പറേഷൻ ടൈപ്പ് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് B ഉണ്ടാവും. ഓക്കെ, ഓക്കെ, B ട്രാൻസിറ്റ് അങ്ങനെ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ക്ലോസ് ചെയ്തു. നമ്മൾ എന്ത് അടുത്ത സ്റ്റെപ്പും കഴിഞ്ഞു. ഇപ്പം നമ്മൾ എല്ലാ കോൺഫിഗറേഷനും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ നമ്മളെ ലാപ്ടോപ്പ് പറയുന്ന പ്രൊഡക്റ്റ്, മൊബൈൽ പറയുന്ന പ്രൊഡക്റ്റ്, അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻവെന്ററിയിൽ A to B നമ്മൾ ആ റൂട്ട്സും കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ട്രാൻസിറ്റ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്തു, ന്യൂ കൊടുത്തു. മൊബൈല് ഇപ്പോൾ 10 ക്വാണ്ടിറ്റി ആയിരുന്നു. അതിൽ നമ്മൾ എന്ത് 2 എണ്ണമാണ് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് മാറ്റുന്നത്. ഓക്കെ, അടുത്ത വെയർ ഹൗസിലോട്ട് ഇടുന്നത്. മാർക്കസ് 2 കൊടുത്തു. അപ്പോൾ ഇത് സിസ്റ്റം ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ മെത്തേഡ് അനുസരിച്ച് സ്റ്റോക്കിനനുസരിച്ച് എടുക്കും. ഓക്കെ, സേവ് ചെയ്തു, വാലിഡേറ്റ് ചെയ്തു. ഈ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ നെക്സ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇതെന്താണ്? ഇത് നമ്മൾ അടുത്ത ലൊക്കേഷൻ മീൻസ് വെയർ ഹൗസിലോട്ട് ഇത് റിസീവ് ചെയ്താണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ BT ആണ് അതിൻ്റെത്. ഞാൻ സീക്വൻസ് നമ്പർ അങ്ങനെ കൊടുത്തിരുന്നത്. ഓക്കെ, വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ഈ പ്രൊഡക്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 10 ക്വാണ്ടിറ്റി ഉണ്ടാകും. പക്ഷേ അതിൽ അപ് ടു 8 ക്വാണ്ടിറ്റി നമുക്ക് എവിടെയാണ്? വെയർ ഹൗസ് സ്റ്റോക്ക് 1ലും ഇത് അടുത്ത സ്റ്റോക്ക് 2ലുമാണ്. ഇതിൻ്റെ സെയിം പ്രൈസ് തന്നെയാണ് വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ വെയർ ഹൗസിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡ് കോസ്റ്റ് ഉണ്ടാവും. ഞാനത് ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫ്രൈറ്റ് നമ്മുടെ സീക്വൻസ് നമ്പർ നമുക്ക് BT ആയിരുന്നു എനിക്ക് കിട്ടിയത്. അത് ഏതാണ് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ BT ആണ് ആ ട്രാൻസിറ്റ് ചെയ്തത്. ഇവിടെ ഫ്രൈറ്റ് ചാർജ് അല്ലെങ്കിൽ സർവീസ് ചാർജ് ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇതിൽ സെറ്റ് ചെയ്യാണ്ട് ഇതിലും മൊബൈൽ എന്നുള്ള കാറ്റഗറി കൊടുക്കുന്നു. അതിലാണ് വാല്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇതിൽ സ്പ്ലിറ്റ് മെത്തേഡ് ഞാൻ കൊടുക്കുന്നത് കറണ്ട് കോസ്റ്റ് മെത്തേഡാണ് കൊടുക്കുന്നത്. $100 കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നു. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂഷൻ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. 2 പ്രൊഡക്റ്റിന് ക്വാണ്ടിറ്റി ഇത്രയാണ് വന്നത്, അതിൻ്റെ ഒറിജിനൽ വാല്യൂ. ഓക്കെ, ഇനി ഇത് ഞാൻ വാലിഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ശേഷം ഞാൻ വീണ്ടും ആ പ്രൊഡക്റ്റിൽ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ പ്രൊഡക്റ്റ് നോക്കുന്നു. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല, പക്ഷേ വാല്യുവേഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. കണ്ടോ? ലാസ്റ്റ് 2 പ്രോഡക്റ്റ് നമുക്ക് 150 ആണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് അത് ലാൻഡ് കോസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്